പരസ്പരമുള്ള വിശ്വാസത്തിൻ്റെ ഫലമായിട്ടാണ് ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പരസ്പരമുള്ള ആ നല്ല ബന്ധങ്ങളുടെ പ്രതിഫലമാണ് ഇറ്റ്സ് എ റിവാർഡ് ഓഫ് റിലേഷൻഷിപ്പ്. പക്ഷെ ആ റിലേഷൻഷിപ്പ് കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് അത് രണ്ടു കൂട്ടരും, ആ ബന്ധത്തിലുള്ള രണ്ടു കൂട്ടരും എടുക്കുന്ന ത്യാഗത്തെ ആശ്രയിച്ചിരിക്കും. അത് ആ ബന്ധത്തെ ബലപ്പെടുത്തുക എന്ന് പറയുന്നത് പരസ്പരം എങ്ങനെ കെയർ ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഞാൻ ഈ അടുത്ത ദിവസം വായിച്ച ഒരു ചിന്തയാണത്. ഏണിംഗ് എ റിലേഷൻ ഈസ് എ റിവാർഡ് ഓഫ് അവർ ട്രസ്റ്റ്. മെയിൻറ്റെയിനിങ് ദ സെയിം ഈസ് എ റിസൾട്ട് ഓഫ് അവർ സാക്രിഫൈസ് ആൻഡ് സ്ട്രെങ്തനിങ് ദ സെയിം ഈസ് എ റിസൾട്ട് ഓഫ് അവർ കെയർ. ഏത് ബന്ധങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മൾ മനഃപൂർവ്വം അല്ലെങ്കിൽ ത്യാഗപൂർവം അതിനെ കൊണ്ടു നടന്നാൽ മാത്രമേ ആ ബന്ധങ്ങൾ വളരുകയുള്ളൂ. ബന്ധങ്ങൾ ഉടലെടുക്കാൻ പരസ്പരമുള്ള വിശ്വാസം മതി. പക്ഷേ ബന്ധങ്ങൾ നിലനിർത്താനായിട്ട് രണ്ട് ഭാഗത്തുനിന്നും ഉണ്ടാവണം ത്യാഗപൂർണമായ സമീപനം. അതിന് പാരസ്പരികത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. പരസ്പരം അത് ബോധപൂർവം ത്യാഗപൂർവം പരിശ്രമിച്ചാൽ മാത്രമേ ബന്ധങ്ങൾ നിലനിൽക്കുകയുള്ളൂ. ആ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നതോ നമ്മൾ എങ്ങനെ മറ്റുള്ളവരെ കെയർ ചെയ്യുന്നു, ആ ബന്ധത്തിലുള്ളവരെ കെയർ ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഏത് ബന്ധം എടുത്തു നോക്കിയാലും, ദാമ്പത്യ ബന്ധം എടുത്തു നോക്കിയാലും, മാതാപിതാക്കളും മക്കൾ തമ്മിലുള്ള ബന്ധം എടുത്തു നോക്കിയാലും, അയൽക്കാർ തമ്മിലുള്ള ബന്ധങ്ങൾ എടുത്തു നോക്കിയാലും, സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധങ്ങൾ എടുത്തു നോക്കിയാലും, എന്തിനു പറയുന്നത് സംഘടനയിൽ നേതാക്കളും അണികളും തമ്മിലുള്ള ബന്ധങ്ങൾ എടുത്തു നോക്കിയാലും, അതെല്ലാം ആ ബന്ധങ്ങളുടെ ഒരു അനാലിസിസ്, ഒരു പരിശോധന നമ്മൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ബന്ധങ്ങൾ ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും പരസ്പരമുള്ള ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ്. പക്ഷെ ആ ബന്ധങ്ങൾ നിലനിന്ന് പോകുന്നത് അവർ സാക്രിഫൈസ് എടുക്കുന്നതുകൊണ്ടാണ്. ആ ബന്ധങ്ങൾ ശക്തിപ്പെടുന്നത് പരസ്പരം കെയർ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ സമൂഹം നിലനിൽക്കുന്നത് ബന്ധങ്ങളിലാണ് എന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത്. എല്ലാത്തിൻ്റെ അടിസ്ഥാനം ബന്ധങ്ങളാണ്. കുടുംബം എടുത്താലും കുടുംബം സ്ഥാപിതമായിരിക്കുന്ന ബന്ധങ്ങളിലാണ്. സംഘടനകൾ എടുത്താലും സ്ഥാപിതമായിരിക്കുന്ന ബന്ധങ്ങളിലാണ്. നമ്മുടെ പ്രസ്ഥാനങ്ങൾ എടുത്താലും അതും നിലനിൽക്കുന്നത് ബന്ധങ്ങളിലാണ്. നമ്മുടെ അയൽക്കൂട്ടങ്ങൾ, ആവാസ വ്യവസ്ഥിതി അതെടുത്താലും ആവാസ വ്യവസ്ഥയിലെ അയൽക്കൂട്ടങ്ങൾ അതും നിലനിൽക്കുന്ന ബന്ധങ്ങളിലാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും അടിസ്ഥാനപരമായിട്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പേഴ്സൺസ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ബോധപൂർവമായിട്ട് നമുക്ക് നിലനിർത്താനായിട്ട് ബോധപൂർവമായ പരിശ്രമം നടത്താം. അത് ത്യാഗപൂർവമായ പരിശ്രമമാണ്. പരസ്പരം കെയർ ചെയ്തുകൊണ്ട് അതിനെ നമുക്ക് ശക്തിപ്പെടുത്തുകയും വളർത്തുകയും ചെയ്യാം. അങ്ങനെ നല്ല ബന്ധങ്ങളുടെ ഊഷ്മളമായ ഒരു കുടുംബമോ ഒരു അയൽവക്കമോ ഒരു സംഘടനയോ ഒരു സമൂഹമോ ഒരു പ്രസ്ഥാനമോ ഒരു നാടോ ഒക്കെ നമുക്ക് കെട്ടിപ്പടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.